ഒരു കാര്യം ചോദിക്കട്ടെ, മന്ത് എൻഡ് ആകുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിൽ പണമുണ്ടോ? ഇല്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. സാലറി കിട്ടുന്നു, ചെലവാകുന്നു, ബാലൻസ് ഒന്നുമില്ല. ഇത് ഒരു സൈക്കിളാണ്. ഈ സൈക്കിള് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഈ സൈക്കിളിൽ നിന്നും പുറത്തു കിടക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. അത് 25,000 ആയിക്കോട്ടെ നിങ്ങളുടെ സാലറി, അല്ലെ 40,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിലായിക്കോട്ടെ, നമുക്ക് ഇന്ന് ഈ പ്ലാനിനെ പറ്റി പഠിക്കാം. ആദ്യമായിട്ട് നമുക്ക് റിയാലിറ്റി നോക്കാം. നമ്മളിൽ പലരും കരുതുന്നത് സാലറി കൂടുമ്പോൾ സേവ് ചെയ്യാം എന്നാണ്. പക്ഷെ സാലറി കൂടുമ്പോൾ നമ്മളുടെ എക്സ്പെൻസും കൂടുകയാണ്. സോ ഒരിക്കലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു പ്രോപ്പർ സിസ്റ്റം ഇല്ലെങ്കിൽ. കേരളത്തിലെ ഒരു സാധാരണ മാസം ഒരു 30,000 സാലറിക്കാരന്റെ കഥ നമുക്ക് നോക്കാം. വീട് വാടകയ്ക്കായി അദ്ദേഹം ഒരു 8,000 റുപ്പീസ് മാറ്റിവെക്കുന്നു. പല വ്യഞ്ജനങ്ങള്, കറി, അരി അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി ഒരു 7,000 മാറ്റിവെക്കുന്നു. ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇന്റർനെറ്റ് അതിനു വേണ്ടി ഒരു 2,500 മാറ്റിവെക്കുന്നു. ലോണ്, ഫോണിന്റെ EMI അതിനുവേണ്ടി ഒരു 3,000 മാറ്റിവെക്കുന്നു. യാത്രയ്ക്കും ഫ്യൂവലിനുമായി ഒരു 3,000 മാറ്റിവെക്കുന്നു. പിന്നെ മറ്റു പല ചെലവുകൾക്കായി ഒരു 4,000 മാറ്റിവെക്കുന്നു. അങ്ങനെ ടോട്ടൽ ആയിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 27,500 ആണ്. ബാലൻസ് ആയിട്ട് ആകെ ഉള്ളത് 2,500. സോ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ 0 ആണ് അയാളുടെ കയ്യിലുള്ള സേവിങ്. ഇനി നമുക്ക് ഗൾഫ് വർക്കറുടെ കാര്യം നോക്കാം. ഗൾഫിൽ പൊതുവേ സാലറി കൂടുതലാണ്. പക്ഷേ വീടിന്റെ വാടക, ഫുഡ് എക്സ്പെൻസ്, വീട്ടിലേക്ക് അയക്കുന്ന പണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗൾഫുകാരന്റെ കയ്യിൽ പൊതുവെ ബാലൻസ് ഒന്നും കാണാറില്ല. 10 വർഷം ഗൾഫിൽ വർക്ക് ചെയ്തിട്ടും ബാലൻസ് ഒന്നും ഇല്ലാതെ റിട്ടേൺ ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ട്. ഇവിടെയൊക്കെ പ്രോബ്ലം എന്താണ്? പ്രോബ്ലം ആക്ച്വലി ഇൻകം അല്ല, പ്ലാൻ ഇല്ലാത്തതാണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോളൂ, ഇത് ഒഴിവാക്കിയാൽ പ്ലാൻ എല്ലാം ഫെയിൽ ആകും. ഏത് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കി വെക്കണം. ഈ സേഫ്റ്റി നെറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കരുതൽ ധനം എന്നാണ്. ആരോടും ചോദിക്കാതെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മണിയാണ് എമർജൻസി ഫണ്ട്. ഇത് എപ്പോഴാണ് ഉപകാരപ്പെടുന്നത്? ഹോസ്പിറ്റലൈസ്ഡ് ആയി. സോ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു, സോ പുതിയ ഒരു ജോലിയിലേക്ക് കയറണം. 2-3 മാസം കഴിഞ്ഞാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഈ കരുതൽ ധനം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ നിങ്ങൾ ഗൾഫിലാണെങ്കിൽ പെട്ടെന്ന് വിസ ക്യാൻസൽ ചെയ്തു, സോ 1 മന്തിനകത്ത് നിങ്ങൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. എമർജൻസി ഫണ്ട് അതിന് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അല്ലെങ്കിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി, അല്ലെങ്കിൽ വീടിനൊരു പെട്ടെന്ന് ഒരു ആവശ്യം വന്നു, വീട്ടിലേക്ക് ഒരു റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് വന്നു. സോ ഇതിനെല്ലാം നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉപയോഗിക്കാം. അടുത്ത നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്ര മാത്രം നമ്മൾ സേവ് ചെയ്യണം എന്നുള്ളതാണ്. സപ്പോസ് നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ഒരു 20,000 ആണെന്നിരിക്കട്ടെ. നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 60,000 ആയിരിക്കണം. അതായത് 3 മന്ത്സിലേക്കുള്ള നിങ്ങളുടെ എക്സ്പെൻസ് കവർ ചെയ്യുന്ന വിധത്തിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് എവിടെ സേവ് ചെയ്യണം എന്നുള്ളതാണ്.